ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇത് വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിത് തുടങ്ങാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിക്കാം. സ്റ്റൂ ഉണ്ടാക്കാനുള്ള പാൻ ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് മതി. ഈ ഓയിലിൻ്റെ കൂടെ ഒരല്പം നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, അതിലും കൂടുതലൊന്നും വേണ്ട. ഈ ഓയിലും ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, കോളിഫ്ലവർ, കുറച്ച് ഗ്രീൻ പീസ്. ഇത് നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി മാറ്റിയെടുത്ത് വെക്കണം. അത് ആദ്യം വഴറ്റി മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ അങ്ങ് ചേഞ്ചായി പോകും. ഇതുപോലെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിന് നല്ല ഒരുമാതിരി ഒന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഇത് ഇട്ടാൽ മതി. ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം കോരി മാറ്റാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എല്ലാം അതുപോലെ ആ കളറൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ്, കുറച്ച് കുരുമുളക് ഒന്ന് പൊളത്തിയെടുത്താണ്, ഇതിങ്ങനെ ഒന്ന് ചതച്ചെടുത്താണിത്. പിന്നെ പട്ട 2 കഷ്ണം, 2-3 ഏലക്കായ, 1 തക്കോലം, 2-3 ഗ്രാമ്പൂ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു 1.5 സവാളയുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ്, സ്ലൈസ് ചെയ്തെടുത്താണ്. അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇത് ചേർക്കേണ്ടത് പച്ചമുളക്, ഒരു 3-4 പച്ചമുളകുണ്ട്, കുറച്ച് ഇഞ്ചി അരിഞ്ഞതും അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ സിമ്പിളാണ് കുക്കിങ്. പിന്നെ ഇനി വേണ്ടിയത് കുറച്ച് പൊട്ടറ്റോ ആണ്, ചെറുതായിട്ട് അരിഞ്ഞാണ്. അതൊരു ചെറിയ 2 പൊട്ടറ്റോ ഉണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല്, തിന്നായിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. സവാള ഒരുപാട് മൂത്ത് പോകേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് 2ാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. മീഡിയം തീയിലിട്ട് വേവിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 7 കശുവണ്ടി ഇട്ട് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട്. നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ടൊമാറ്റോ ചേർക്കാം. ഈ ടൊമാറ്റോ, ഇത് 1 ടൊമാറ്റോ ആണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഇത് അധികം ഇട്ടങ്ങ് വേവിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ചൂട് കൊണ്ട് തന്നെ ഇതങ്ങ് വെന്തോളും. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിക്കോണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ചേർക്കാം. അതിന് മുമ്പായിട്ട് വേറെ ഒരു കാര്യം കൂടെ ചേർക്കണം. എന്താണെന്നറിയാമോ? ഒരല്പം പെരുംജീരകം പൊടിച്ചത്, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അധികം ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ. ഇത് കഴിഞ്ഞിട്ട് വേണം 1-ാം പാല്, നല്ല തിക്കായിട്ടുള്ള 1-ാം പാല് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഈ 1-ാം പാല് ഇതിലേക്ക് ചേർക്കാം. ഒരു തിള വരുന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതൊക്കെ ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ നമ്മളുടെ സ്റ്റൂ ഓൾമോസ്റ്റ് റെഡിയായി. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം കടുക് വറുത്ത് ഇടണം. ഒന്നുകിൽ കടുക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടാം. ഞാൻ ഈ കടുക് വറുക്കുന്നത് അല്പം നെയ്യിലാണ്. ഇപ്പം ഞാൻ കടുക് വറുത്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരല്പം മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ ഉണ്ടാക്കിയ വെജിറ്റബിൾ സ്റ്റൂ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റുള്ളവർക്ക് കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.